നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എ.സി തന്നെ വേണോ അതോ ഒരു കൂളർ മതിയോ എന്നുള്ള സംശയം പലരിലുമുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു എയർ കൂളർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ഉപയോഗം കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു എയർ കൂളറിൽ പ്രധാനമായും ഉള്ളത് ഫാന്, വാട്ടർ പമ്പ്, പിന്നെ ഹണികോംബ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. കൂളർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് ഈ ഹണികോംബ് നനച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഹണികോംബിലൂടെ കടന്നു വരുന്ന എയർ തണുത്ത് അതാണ് നമുക്ക് തണുത്ത കാറ്റായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് എയർ കൂളറുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ.സിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എയർ കൂളറുകൾക്ക് കുറവ് വൈദ്യുതി ആവശ്യമായി വരുന്നുള്ളൂ. എയർ കൂളറുകൾ എ.സിയെ അപേക്ഷിച്ച് എക്കോ ഫ്രണ്ട്ലിയാണ്. മറ്റ് എയർ കണ്ടീഷനുകൾ യൂസ് ചെയ്യുന്നത് പോലുള്ള റെഫ്രിജറൻറ്റുകളോ പ്രകൃതിക്ക് ദോഷകരമായിട്ടുള്ള ഗ്യാസുകളോ ഒന്നും ഇത്തരത്തിലുള്ള എയർ കൂളറുകളിൽ ഉപയോഗിക്കുന്നില്ല. എയർ കൂളറുകൾക്ക് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കോസ്റ്റ് ഒന്നും തന്നെ ആവശ്യമായി വരുന്നില്ല. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള കമ്പോണൻസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റിപ്പയർ ആവശ്യമായി വന്നാൽ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ അത് സാധ്യമാണ്. എയർ കൂളറുകളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പോർട്ടബിലിറ്റിയാണ്. ഇത് ഒരു യൂണിറ്റ് ആയിട്ടായതുകൊണ്ട് നമുക്ക് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോകാനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നു. അതേസമയം നമുക്കൊരു എ.സി ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് മാറണമെങ്കിൽ നമുക്കൊരു ടെക്നീഷ്യൻ്റെ സഹായം ആവശ്യമായി വരും. ഇനി നമുക്കൊരു എയർ കൂളറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എയർ കൂളറിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ട് ഈ ഒരു എയർ കൂളർ ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചൂടിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടുകയുള്ളൂ. അതേസമയം നമ്മളൊരു എ.സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റൂമിലെ എയറിനെ തണുപ്പിച്ച് ആ റൂമിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആക്കും. അപ്പം ആ റൂമിലുള്ള എല്ലാവർക്കും ഈ ഒരു എ.സി യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം കിട്ടും. എന്നാൽ ഈ എയർ കൂളറിൻ്റെ കേസിൽ നമ്മൾ ഈ എയർ കൂളറിൻ്റെ കാറ്റിനെ ഫേസ് ചെയ്തിരിക്കുന്നവർക്ക് മാത്രമേ ഒരു കുളിർമ കിട്ടുകയുള്ളൂ. പിന്നെ ഈ എയർ കൂളറിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടർ തീരുന്നതനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അത് കൂളിംഗ് മോഡിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിൽ വാട്ടർ ഇല്ലെങ്കിൽ പമ്പ് വാട്ടർ ഇല്ലാതെ വർക്ക് ചെയ്ത് അത് കേടാകാനുള്ള ചാൻസസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഐസ് ചേമ്പർ കാണും. അതിനകത്ത് നമുക്ക് ഐസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ കൂളിംഗ് കിട്ടും. പക്ഷേ ഈ ഐസ് ഇട്ട് ഉടനെ തന്നെ ഐസ് മെൽറ്റായി പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു കൂളിംഗ് കിട്ടത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എയർ കൂളർ യൂസ് ചെയ്യേണ്ടത് എ.സി ഒക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിലല്ല, ഓപ്പൺ ആയിട്ടുള്ള അത്യാവശ്യം എയർ ഒക്കെ കയറി ഇറങ്ങുന്ന റൂമിൽ വേണം നമ്മൾ എയർ കൂളർ യൂസ് ചെയ്യാൻ. എയർ കൂളറിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ നോയ്സ് ആണ്. ഇതിൻ്റെ ഫാൻ കറങ്ങുന്നതിൻ്റെ നോയ്സും അതുപോലെ തന്നെ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ നോയ്സും ഒക്കെ നമ്മൾ എ.സിയെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി അടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. പിന്നെ ഈ എയർ കൂളർ യൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ കുറേ സ്പേസ് ഇത് നഷ്ടമാക്കും. എ.സി ഒക്കെ ആണെങ്കിൽ അത് ഭിത്തിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തേയില്ല. പക്ഷേ ഈ ഒരു എയർ കൂളർ നമ്മൾ റൂമിൽ വെക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോഴും ഒക്കെ ഇതൊരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഈ ശക്തമായ ചൂടിൽ നിന്നൊക്കെ രക്ഷ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു എ.സി തന്നെ ആവശ്യമാണ്. കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ എയർ കൂളർ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു റൂമിലൊക്കെ രാത്രി അടച്ചിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യം ഒരു എ.സി തന്നെയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന എ.സികൾക്കൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളവയാണ്. നമുക്ക് ടൈമറൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം ഓഫ് ചെയ്ത് ഓൺ ആക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പല എ.സികളിലും റൂം ടെമ്പറേച്ചറിനനുസരിച്ച് ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യും. പിന്നെ ഇപ്പോൾ വരുന്ന എ.സികളൊക്കെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ ഉറക്കത്തിനെ ഒന്നും ബാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇപ്പോഴുള്ള എ.സികളുടെയൊക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ എ.സികളൊക്കെ വളരെ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളവയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എന്തുകൊണ്ടും നമ്മളൊരു എയർ കൂളർ വാങ്ങുന്നതിനേക്കാൾ കുറച്ച് കാശ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു എ.സി വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.